യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഉത്തരവുണ്ടായിട്ടും പോലീസുകാരനെതിരെ നടപടിയില്ല. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദിനാണ് ലാത്തി ചാർജിൽ മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു. 2022 ജൂൺ 14 തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടക്കുന്നത്. ഇടുക്കി DCC പ്രസിഡന്റിനെ CPIM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് നടന്നത്. മാർച്ച് സംഘർഷത്തിലെത്തി. പോലീസ് ലാത്തിചാർജ് നടത്തി. ലാത്തിചാർജിനിടയിലാണ് ബിലാൽ സമദിന് പരിക്കേറ്റത്. ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. 3 മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി. പിന്നീട് നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കാഴ്ച തിരിച്ചു കിട്ടിയത്. അന്നത്തെ പോലീസിന്റെ അടിയിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ 70% കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. ഏകദേശം കൺപോളയിൽ 28ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇടത് കണ്ണിന്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് അത് നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോഴും അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റക്കാരനായിട്ടുള്ള അജിൻ DD എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാർച്ച് മാസം 20 ഇറങ്ങിയതാണ്. 5 മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നെ 3 തവണ വിളിച്ച് SP ഓഫീസിൽ വിളിച്ച് മൊഴിയെടുത്തെങ്കിൽ പോലും ഇയാൾക്കെതിരെ 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഓർഡർ ഉള്ളത്. പക്ഷെ 5 മാസം കഴിഞ്ഞു, എന്നിട്ടും ഒരു തരത്തിലുമുള്ള നടപടി എടുത്തിട്ടില്ല. തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനിടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് പരാതി പരിഗണിച്ചില്ല. തുടർന്ന് ബിലാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ഇതിനിടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു. പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് നിരീക്ഷിച്ചു. മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നിർദ്ദേശം വന്ന് 4 മാസം പിന്നിട്ടിട്ടും പോലീസുകാരനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നായിരുന്നു ബിലാലിന്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ബിലാലിന്റെ തലയിലെ മുറിവുകൾ. 6 സ്റ്റിച്ചാണ് ബിലാലിന്റെ തലയിലുണ്ടായിരുന്നത്. മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ ലെൻസ് മാറിവെച്ചെങ്കിലും ചികിത്സകൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.